ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞൊരു പുതുവത്സരാശംസകൾ നേരുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ ചെറിയ വിശേഷം പങ്കുവയ്ക്കാനായിട്ടാണ്. വിശേഷം മറ്റൊന്നുമല്ല, ഞാൻ കുറച്ച് ദിവസം മുന്നേ റീപെയിൻറ്റിങ് ചെയ്തതായിട്ട് ഞാൻ 2 വീഡിയോസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയതാണ്. വർക്ക് ഫിനിഷായിട്ട് 4-5 ദിവസമായി. എനിക്ക് ഉടനെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ റീപെയിൻറ്റിങ് ചെയ്യുന്ന ഒപ്പം തന്നെയാണ് നമ്മുടെ വുഡ് പോളിഷും ഉണ്ടായിരുന്നു. സോപാനം ചെയ്തിരിക്കുന്ന തടിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പോളിഷ് നല്ല സമയമെടുത്തു. ഞങ്ങളുടെ വീട് 12 വർഷത്തിന് മേലെയായി പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നല്ല രീതിക്ക് പായലും അഴുക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല പണിയായിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞു, ഫിനിഷായി. അപ്പോൾ ഇതാണ് വീട്ടിൻ്റെ ഒരു ഔട്ട്ലുക്ക്. ഞങ്ങൾ വലിയ ചേഞ്ചസ് ഒന്നും കൊടുത്തിട്ടില്ല. സെയിം കളർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഹസ്ബൻഡിനും എനിക്കും സെയിം കളർ തന്നെ ചെയ്താൽ മതി എന്നായിരുന്നു ആഗ്രഹം. പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഓടിന് കളർ മാറ്റി ബ്രൗൺ ആക്കി. പിന്നെ ഗേറ്റിൻ്റെ കളർ ഞങ്ങൾ കോഫി ബ്രൗൺ ആയിരുന്നു. ആ ഗേറ്റിൻ്റെ കളർ മാറ്റിയിട്ട് ഞങ്ങൾ ഗോൾഡൻ ബ്രൗണും വൈറ്റും കൂടെ ചേർന്നൊരു ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം എനിക്കത് ആദ്യത്തെ ഗേറ്റിനേക്കാളും ഭംഗി തോന്നി കളറിൻ്റെ വ്യത്യാസത്തിൽ. ബാക്കിയൊക്കെ സെയിം പാറ്റേണിൽ തന്നെയാണ് പെയിൻ്റ് അടിച്ചിരിക്കുന്നത്. ഞങ്ങൾ ചിലവ് ചുരുക്കാം എന്നുള്ള രീതിയിലാണ് സെയിം പാറ്റേണും കളറൊക്കെ സെയിം തന്നെ ആക്കിയത്. പിന്നെ എന്തോ ഈ കളറിനോട് ഒരു ഇഷ്ടം തോന്നി. ഇനി എൻ്റെ ചെടികളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ആഫ്റ്റർ പെയിൻറ്റിങ് എങ്ങനെയാണ് എൻ്റെ വീടിൻ്റെ ലുക്കെന്ന് കാണിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.